എല്ലാം ഉഴപ്പന്മാരാ. നമുക്ക് അടുത്ത ട്രിപ്പിന് ആരെയും കൂട്ടണ്ട, നമുക്ക് മാത്രം പോവാം. അതെ, ലേറ്റ് ആയവരൊക്കെ ഇങ്ങനെ ഇരിക്കും, വരണ്ട. കണ്ട നല്ലവരൊക്കെ കേറി വന്നു. കൊച്ചിനെ പ്രിൻസ് 3 ദിവസം കല്യാണ. ശാന്തി അവിടെ പോയി നിൽക്കുന്നല്ലോ. അത് വേറെ ശാന്തിയാ. Hi guys, good morning. Welcome to our new vlog. ഇന്ന് another exciting day ആണ് നമ്മുടെ ട്രാവൽ വിത്ത് OHFന്റെ ട്രിപ്പിലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസസ് ഇൻ ചൈനയിലാണ് ഇവരെ കൊണ്ടുവന്നത്. വി ആർ ഗോയിങ് ടു ഷെൻസൻ, ദ മോഡേൺ ക്യാപിറ്റൽ എന്നൊക്കെ പറയാം. സിലിക്കോൺ വാലി ഓഫ് ചൈന. ഇറ്റ് ഇസ് സച്ച് എൻ അമേസിംഗ് പ്ലേസ്. വെറും ഒരു 30-40 വർഷത്തിലൊരു ഒന്നുമില്ലാത്ത ഒരു ഫിഷിംഗ് വില്ലേജിൽ നിന്ന് ഇന്ന് കാണുന്ന മെഗാ സിറ്റിയായി മാറ്റിയ ഒരു സംഭവമാണ്. സോ ഇറ്റ്സ് റിയലി അമേസിങ്. അതുമാത്രമല്ല അവിടെ ഒരു പുതിയ സ്ഥലമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ആദ്യം ഇവരെ കൊണ്ട് അവരുടെ വേൾഡിലെ ലാർജസ്റ്റ് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് കാണിക്കും. നമുക്ക് നാട്ടിലേക്ക് ഒന്നും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതൊരു പേഴ്സണൽ പർച്ചേസിനാണ്. ഇപ്പോൾ ദുബായിലേക്കും സിംഗപ്പൂരിലുള്ളവർക്കൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാം. ഇന്ത്യയിലേക്ക് ഇലക്ട്രോണിക്സ് അലൗഡ് അല്ല. ബിസിനസ്സിന് പേഴ്സണൽ യൂസൊക്കെ നമുക്ക് വാങ്ങാം. അത് കഴിഞ്ഞ് ഒരു അടിപൊളി സ്ഥലത്തും അതിനൊക്കെ ഉപരി നമ്മൾ ബുള്ളറ്റ് ട്രെയിനിലാണ് പോകുന്നത്. സോ എല്ലാം കൂടെ കൊണ്ടും ഒരു ഭയങ്കര എൻജോയബിൾ ദിവസമായിരിക്കും ഇന്ന്. രാജേട്ടാ ഗുഡ് മോർണിംഗ്. കറക്റ്റ് ടൈമിന് എത്തുന്ന രാജേഷേട്ടനും ചേച്ചിയും മാത്രമേ ഉള്ളൂ കേട്ടാ. ബാക്കി എല്ലാം ഉഴപ്പന്മാരാ. നമുക്ക് അടുത്ത ട്രിപ്പിന് ആരെയും കൂട്ടണ്ട, നമുക്ക് മാത്രം പോവാം. പോവാറായി. ഇരുന്ന് മുട്ടയും സോസേജും അടിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? 5 മിനിറ്റ് തീർക്കണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വിട്ടാലും ടൈമിംഗ് എനിക്ക് എല്ലാം ചെയ്യണം. രാജേഷേട്ടൻ നിന്ന് ഗോൾ അടിച്ചു തുടക്കം തന്നെ. ടാക്സി ടെസ്ലയാണ്. ആരൊക്കെ ആയിരിക്കും രാജേഷേട്ടനോടെ പോകുന്നതായിരിക്കും ഞാൻ മൊബൈൽ മാറ്റിയല്ല. അപ്പോൾ നമ്മൾ ഷെൻസനിലേക്ക് പോകുന്നത് ഈ ഗോങ്ജാവ്. ഇവിടെ ഗോങ്ജാവ് തന്നെ 3-4 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. പക്ഷേ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും കൂടുതൽ ട്രെയിൻസ് ഉള്ള ഷെൻസനിലേക്ക്. ഏറ്റവും കൂടുതൽ ചൈനക്കാർ ഫോക്കസ് ചെയ്തത് റെയിൽവേ സ്റ്റേഷൻസ് ആണ്. ഇവരുടെ 3rd ടയർ സിറ്റി പോയാൽ പോലും റെയിൽവേ സ്റ്റേഷൻസ് വേറെ ലെവലാണ്. ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. ഇതാണ് ചൈനയുടെ ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ കാര്യം, റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ബുള്ളറ്റ് ട്രെയിൻസ്. എല്ലാവരും കറക്റ്റ് ടൈമിനെത്തി. സ്റ്റാർബക്സ് വരെ ഉണ്ട് കേട്ടോ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ. എവ്രിതിങ് ഇസ് ദെയർ. എല്ലാ KFC, സ്റ്റാർബക്സ് ആൻഡ് നമ്മളെ എയർപോർട്ട് പോലെ തന്നെ സെക്യൂരിറ്റി ചെക്കും ഉണ്ട്. അതെ, ലേറ്റ് ആയവരൊക്കെ ഇങ്ങനെ ഇരിക്കും, വരണ്ട. കണ്ട നല്ലവരൊക്കെ കയറി വന്നു. പ്രിൻസിനും കയറ്റിയില്ല, ശാന്തിനും കയറ്റിയില്ല. 2 വഴക്കാളികളെ. ഓ പിന്നെ വരണ്ട, അവിടെ നിന്നോ. ഇതൊന്ന് പഴയ റെയിൽവേ സ്റ്റേഷനാണ്, വളരെ പഴയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ പുതിയതല്ല. ഗോങ്ജോവിൻ്റെ പുതിയ റെയിൽവേ സ്റ്റേഷൻ ഒന്നും വേൾഡിലെ ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ സ്റ്റിൽ ലുക്ക് അറ്റ് ഇറ്റ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻ. ക്ലീനിനെസ്സിൻ്റെ കാര്യമാണെങ്കിലും നോക്ക്, എന്തെങ്കിലും നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ട് വേസ്റ്റ്. ഇറ്റ്സ് ഓൾഡ്. ആ പഴമ തോന്നിക്കും, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് സോ ഗുഡ്. എത്ര പ്ലാറ്റ്ഫോംസ്, എത്ര കോടി ആൾക്കാരായിരിക്കും ഇതിൽ കൂടെ ഒരു വർഷം ട്രാവൽ ചെയ്യുന്നത്. സ്റ്റിൽ ലുക്ക് ഹൗ എന്താ പറയുന്നത്, ഹൗ എഫിഷ്യൻ്റ് ആൻഡ് അറ്റ്ലീസ്റ്റ് ക്ലീൻ ഇറ്റ് ഇസ്. ഈ ട്രെയിനാണ് നമ്മൾ ചൈന ആക്കിയത്. പിന്നെ ഫുൾ ടെൻഷനായിട്ടാണ്, ഭയങ്കര കോഷ്യസ് ആണ്, കെയർഫുള്ളായി. സത്യം പറഞ്ഞാൽ രാജേഷുള്ളതുകൊണ്ട് നമ്മുടെ കാര്യം എല്ലാം നടക്കും. കറക്റ്റ് 10 മണിക്ക് എല്ലാവരും താഴെ കൊണ്ടുവരും. ഇത് എല്ലായിടത്തിൻ്റെ ഫോട്ടോ എടുക്കും, എല്ലാം കറക്റ്റായി ഫോളോ അപ്പ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. ടിക്കറ്റ് 4 അവിടെ ചെക്ക് ചെയ്യും. നമ്മുടെ ഗ്രൂപ്പ് ടൂറിൻ്റെ ഹെഡ് എന്ന് പറയാം, അൺഒഫീഷ്യൽ ഹെഡ് അങ്ങോട്ടാ. അടിക്കരുത്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ട്രെയിൻ 10:18 10:06 ആക്ച്വലി പ്ലാറ്റ്ഫോം തുറക്കുന്നത്. സോ യു ഹാവ് ആക്ച്വലി ഓൺലി 10 minutes ആൻഡ് 10:13 ആകുമ്പോഴേക്കും ബോർഡിങ് നിർത്തും ചെയ്യും. വേഗം പോയിക്കോ. അപ്പാ സിംഗിൾ സീറ്റ് നമ്പർ ഉണ്ട്. 3 കാർ 3 സീറ്റ് നമ്പർ 9ഉം 10ഉം നമ്മുടെ എല്ലാം. രാജേഷേട്ടനും മാറ്റിക്ക് ഒരുമിച്ചല്ല സീറ്റ് അല്ല. ടെൻഷനായി. ട്രെയിൻ വാങ്ങിക്കളെ രാജേഷേട്ടൻ. ഇടയ്ക്ക് ഇങ്ങോട്ട് വരണം. എന്തിനാ? രാജേഷേട്ടനില്ല സ്നാക്സ് മൊത്തം.
ആ ഞങ്ങൾ ഇടയ്ക്ക് വരാം കേട്ടാ. ഞങ്ങളങ്ങോട്ട് തുടങ്ങും ഇപ്പൊ അന്താക്ഷരിയും നിങ്ങളാ ഇതേ ട്രെയിനിൽ പിടിച്ച് പുറത്താക്കിയ ഞങ്ങൾ ഉത്തരവാദിയല്ല കേട്ടാ. ബഹളം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അയ്യോ നമ്മള് ഈ യൂറോപ്യൻ ട്രെയിനിലും അങ്ങനെ മിണ്ടാൻ പാടില്ല, അവർ സമ്മതിക്കില്ല. എല്ലാവർക്കും ട്രെയിനിൽ കയറിയ സ്നാക്സ് ഡിസ്ട്രിബ്യൂഷൻ ടൈമാണ്. ഇതുപോലെ കുറച്ച് ഗ്രീൻ പീസ് വിത്ത് ബീഫ് ഫ്ലേവറും അതുപോലെ കപ്പലണ്ടികളും പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പോയി പറ്റിക്കപ്പോ ഇതല്ല കേട്ടാ, ഞങ്ങൾ ഇടയ്ക്ക് നിങ്ങളെ ഒന്ന് ഉഷാറാക്കാൻ വന്നതാ അറിയാൻ. അതെ, നെക്സ്റ്റ് സ്റ്റേഷനാ. നമ്മൾ ഷെൻസനിലെത്തി. ഓബിയസ്ലി ബുള്ളറ്റ് ട്രെയിൻ ആണല്ലോ. ഇത് 1.5 റെയിൽവേ സ്റ്റേഷനാണ് വിത്ത് മെട്രോ, മോൾസ്, എവറിത്തിങ്. നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറും. ഭയങ്കര ഫുഡ് സ്ട്രീറ്റ്സും ഈ ഒത്തൻറ്റിക് ഇവിടുത്തെ ഒരു കാൻറ്റനീസ് ഫുഡും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതിലൂടെ വെസ്റ്റേൺ ഫുഡ്സും എല്ലാം ഉണ്ട്. ഇനി നേരെ നമ്മൾ ഇവരുടെ ഇലക്ട്രോണിക്സ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. എന്നത് നമ്മൾ 80s ഞാൻ ഫോട്ടോ ഇടാം. ഇറ്റ് വാസ് ജസ്റ്റ് നത്തിങ് ബട്ട് എ ഫിഷിംഗ് വില്ലേജ്. ഒന്നുമില്ലായിരുന്നു, ഒരു ബിൽഡിങ്ങോ ഹൈറൈസ് ബിൽഡിങ്ങോ ഒന്നുമില്ലായിരുന്നു. 40 years, ലൈക്ക് 4 ഡെക്കേഡിലാണ് അവർ വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഇലക്ട്രോണിക്സിൻ്റെ ഏരിയയും അതുപോലെ തന്നെ സിലിക്കോൺ വാലി ഓഫ് ഏഷ്യ അല്ലെങ്കിൽ മേ ബി ഓഫ് ദ വേൾഡ് എന്ന് തന്നെ പറയാൻ പറ്റുന്നത്. ഇത്രയധികം ഡെവലപ്മെൻ്റ് സ്റ്റോറിയുടെ ഒരു മോഡൽ ആയിട്ട് ഫ്യൂച്ചറിൽ ചിലപ്പം രാജ്യങ്ങൾ പഠിക്കാൻ പോകുന്നത് ഷെൻസൻ്റെ ഗ്രോത്തിനെ കുറിച്ചായിരിക്കും. ഇറ്റ് ഇസ് സച്ച് എ ബസ്ലിംഗ് ആൻഡ് എ ബിസി പ്ലേസ് റൈറ്റ് നൗ. എല്ലാവരെയും ഹങ്ജോൺ ബേയിലേക്ക് കയറ്റി വിടാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് പോയിട്ട് ഒരു 2-3 മണിക്കൂറിൽ നമ്മൾ ഇവരെ മീറ്റ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിളിക്കും, അത് വാങ്ങാൻ ഇത് വാങ്ങാൻ നല്ലതാണോ ഒക്കെ ചോദിച്ചിട്ട്. പക്ഷെ എല്ലാവരും ആദ്യം ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യട്ടെ. രാജേഷ് ചേട്ടൻ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാ ട്രിപ്പിനും രാജേഷ് ചേട്ടൻ നിങ്ങൾ കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എക്സ്ട്രാ ഡിസ്കൗണ്ട് വാങ്ങിത്തരും. ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാ രാജേഷ്. ആ മസാജ് ആണോ? അത് കൊള്ളാലോ. എല്ലാവരും ഇരുന്ന് മസാജിങ്. ഈ രാജേഷ് ചേട്ടനാണ് എല്ലാവരെയും സ്പിരിറ്റ് കയറ്റി വാങ്ങിപ്പിക്കുന്നത് കേട്ടോ. അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് ഫുഡ് ബാക്ക് എല്ലാ മസാജറും ഉണ്ട്. വില പേശി 5 രൂപ. ഇതൊരു ഫണ്ടിനാണ് കേട്ടോ, അല്ലാതെ നമുക്കിപ്പോൾ ഒരു 3 രൂപയ്ക്ക് ലാഭിച്ച് 3 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 30 രൂപ 40 രൂപ ലാഭിച്ചിട്ടൊന്നും കാര്യമല്ല. പക്ഷെ ഒരു രസമാണ് ഇവരായിട്ട് അങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നത്. ഇവർ ഹാപ്പി, നമ്മളും ഹാപ്പി. ഒരു രസം അല്ലേ? വെറുതെ 2 രൂപ കുറയ്ക്കോ അല്ലെങ്കിൽ ലാസ്റ്റ് 1 രൂപ, ലാസ്റ്റ് 50 പൈസയിലേക്ക് അപ്പോൾ ഓക്കെ ആലിപ്പേ. ഇതുപോലെ പോലീസ് റോബോട്ട് ഉണ്ട് കേട്ടോ, ഫുൾ CCTV ആയിട്ട് പോകുന്നത്. അത് ഇവർ കണ്ടു കാണില്ല. കണ്ട, ഇത് പോലീസാ. ഇത് കണ്ട പോലീസ്. അതിങ്ങനെ ലഞ്ച് ബ്രേക്ക് ആവുന്നത് ഇപ്പോഴാണ് കേട്ടോ. എന്നിട്ട് ആരും വരുന്നില്ല. ഷോപ്പിംഗ് ഇൻട്രസ്റ്റ് കയറി എല്ലാവരും കയറുക. ഞാൻ പറഞ്ഞ 2:45. വിശപ്പും ഇല്ല, ഒന്നുമില്ല. നമ്മൾ വിചാരിച്ചു ഇതിലൊന്നും അധികം ഇൻട്രസ്റ്റ് ആണല്ലോ, വേഗം ഇറങ്ങും. ഇവിടെ കയറി പെട്ടികൾ കണക്കിനാ പർച്ചേസ് ചെയ്യുന്നത്. ഫുഡ് കഴിക്കാൻ വരുമ്പോഴേ ഞങ്ങൾ ഇപ്പം അപ്പുറത്ത് പോയിട്ട് വരാം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല ചൈനീസ് ഫുഡ് കഴിക്കാം. ഇന്ന് രാത്രി നമുക്ക് വേറെ വല്ല എക്സ്പെരിമെൻറ്റ് ചെയ്യാം. നല്ല ബ്രേസ് പോക്ക് കിട്ടിയിട്ടുണ്ട് വിത്ത് മസ്റ്റേർഡ് ഗ്രീൻസ്, റൈസ്, ചിക്കന്, സ്റ്റേർഡ് ഫ്രൈഡ് വെജിറ്റബിൾ എല്ലാം. എല്ലാവർക്കും കൺഫ്യൂഷൻ. പ്രിൻസ് സ്പൂണും കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പോഴാണ് ഇറങ്ങിയത്. ഒന്നും വാങ്ങില്ല എന്ന് പറഞ്ഞവർ ഫുൾ പർച്ചേസും കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിപ്പോകും കേട്ടോ. അതൊരു ഒരു നാച്ചുറൽ എന്താ പറയുന്നത് പ്രോസസ്സാണ്. ഹംഗ്യ ബേയിൽ വന്നു കഴിഞ്ഞാൽ വേണ്ടാത്ത സാധനങ്ങളും വേണ്ട സാധനങ്ങളും വാങ്ങും എന്നുള്ളത്. സോ ഇനി അടുത്തത് ഇവിടുത്തെ ഒരു പുതിയൊരു കിടലനൊരു എന്താ പറയുന്നത് പാർക്ക് വിത്ത് മോളൊക്കെ ഉള്ളത് തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു മോഡേൺ ഷെൻസിന് എന്താണെന്ന് അറിയാൻ പറ്റും. അങ്ങോട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. 1 2 3 4 5 ഒരാൾ മിസ്സിംഗ് ആണല്ലോ. ലോറൻസ് ചേട്ടൻ പോവാം. മേടിച്ചാന്നാ പെട്ടീന്ന് പകുതി സാധനങ്ങൾ വാങ്ങി. ആ ഫോണ് കാറ് ക്യാമറ. പോലീസ് വരുന്നു. കള്ളക്കടത്തുകാര്. അതെ, സ്ഥലത്തേക്ക് പോവായിരുന്നേ. ഇത് കണ്ട അവര് കൊതുകിന്റെ മറ്റേ മരുന്നാന്ന് തോന്നുന്നു. ഈ എല്ലാ കാനയുടെ സ്യൂവറിന്റെ മാനുവലിൽ കൂടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിയിലേക്ക്. നമുക്ക് മരുന്നടിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നേരിട്ടൊരു പുതിയ മോള് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഞാനും ഇത് ഫസ്റ്റ് ടൈമാണ്. ഇതൊരു ലക്ഷ്യമില്ല. എന്താ അല്ലേ,
ഹൈ എൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഗൂച്ചി വീട്ടാണൊക്കെ ഓക്കെ. ഓ എന്താ അമ്മോ, മാമിന് വാങ്ങിയ ഓഫീസിലിരിക്കാം. അതെ. അപ്പൊ ഇത് കണ്ട ലൈക്ക് കാണാത്ത ബ്രാൻഡ്സിന്റെ ഹൈ എൻഡ് ലെവൽ സാധനങ്ങളാണ് ഇവിടെ. മോളും ഒക്കെ ഇതിന്റെ ഫോട്ടോ പോയിന്റ് എന്നൊക്കെ പറയുന്ന ഇതല്ലേ, ഒരു ഫിഷിംഗ് വില്ലേജ് മാറി ട്രാൻസ്ഫോം ആയിരിക്കുന്നത്. ഇങ്ങനെ മോൾസ് കണക്റ്റഡായി പോകും കേട്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ ലെവലാണ് കേട്ടോ. ഇത് ആക്ച്വലി ആൽക്കഹോൾ ഷോപ്പാണ്, ലിക്വിഡ് ഗോൾഡ് എന്നാ, സിംഗിൾ മോൾട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊരു എവറിത്തിങ് ലുക്ക് സോ എക്സ്പെൻസീവ്. നമ്മൾ ദുബായ് ഒക്കെ ആയിരിക്കും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്നത്, പക്ഷേ ദിസ് പ്ലേസ് സോ ഗുഡ്. ഇത് വേറെ ഏതോ ആൽക്കഹോളിൻ്റെ ഒക്കെ ഷോപ്പ്. ഇറ്റ്സ് ജസ്റ്റ് സോ ഗുഡ്. റിമോവയിൽ പറ്റി കയറി ഒരു സാധനം വാങ്ങാനുണ്ട്. ദിസ് ഇസ് ദി അമേസിങ് കൊക്കോ പാർക്ക്. CKയുടെ ഒരു പോപ്പപ്പ് സ്റ്റോർ വന്നിട്ടുണ്ട് ഇവിടെ. അതല്ലാതെ ഹോളി ലാൻഡ്, ഇവർക്ക് ഹോളി ലാൻഡിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം. മുകളിലൊരു ഡ്രോൺ ഡെലിവറിക്ക് പോകുന്നു. ഇതാണ് ഷെൻസൻ, ഒരു മോഡേൺ ചൈനയുടെ റെപ്രസെൻറ്റേഷൻ. അടിപൊളി. ഫുൾ തീംഡ് ഒരു ഇതാണ്, ആനിമേഷൻ തീമിലാണ് ഫുൾ പോകുന്നത്. കംപ്ലീറ്റ് കീഴിലെ റെസ്റ്റോറൻറ്റ്സും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇൻക്ലൂഡിങ് മൈ ഫേവറേറ്റ് ഷേക്ക് ഷാൻ. കാരുടെ ഫുഡിൻ്റെ ക്രേസ് കാണണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലത്തെ ക്യൂ കണ്ടോ. ഫുഡ് എന്തോ ഡ്രിങ്കോ ഫുഡോ എന്തോ അല്ലല്ല, അതെ മാച്ചയൊക്കെ തന്നെയാണ്, മാച്ച ഐസ്ക്രീം തന്നെയാണ് ഫുഡിൻ്റെ. ഫുഡിനല്ലാതെ ഇവർ ഇത്രയും ക്യൂ നിൽക്കുന്ന പിന്നെ മറ്റേ ലബൂബ് പോലത്തെ സാധനമായിരിക്കും. ഇതില് ക്യൂ നിങ്ങൾ വിചാരിക്കും ഇത്രേ ഉള്ളൂ, പക്ഷെ ഇതല്ല, ഇത് കംപ്ലീറ്റ് ക്യൂ ആണ്. ഇതാണ് ഇവിടുത്തെ മാച്ചയ്ക്കും ഐസ് ടീക്കും വേണ്ടിയുള്ള ക്യൂ. നോക്ക് ഫാനായിട്ടാണ് നിൽക്കുന്നത്, കഴിഞ്ഞിട്ടില്ല. ഫുഡിന് വേണ്ടിയുള്ള ക്യൂ. ഹലോ ചൈന. ജ്യൂസും കോഫിന്ന് കോഫിയൊക്കെ വാങ്ങിക്കൊണ്ട് വരും ആൾക്കാർ. കടകൾ കണ്ട് അപ്പം ഓടും കേട്ടോ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. അതെ, ഇപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. വരുന്നു. ഇനി അടുത്ത ആൾക്കാരെ തപ്പാൻ പോണം. എല്ലാവരും ഷോപ്പിംഗ് കണ്ടു കഴിഞ്ഞാൽ വീക്ക്നെസ്സാണ്. എവിടെയാണ് നിങ്ങള്? ഞാൻ വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് ഹോളി ലാൻഡിൽ നിന്ന് ട്രൈ ചെയ്തു, പക്ഷെ ഇനിയും ക്യൂ നിൽക്കണം, അതാണ് ഒരു പ്രശ്നം. ആ ബില്ലിംഗ് അതെ അവിടെ പക്ഷെ എന്തോ ലോഞ്ച് ഓഫറാന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കിട്ടില്ല. ഇവിടെ എപ്പോഴും ഇതായി തിരക്ക്. ഇവരുടെ ചീസ് കേക്ക്സ് വേറെ ലെവലാണ്, അതുപോലെ തന്നെ ഇവരുടെ ബേക്ക് ബ്രെഡ് പേസ്ട്രീസും. ഇതൊക്കെ സൈസ് തന്നെ കണ്ട. ഇത് നോക്ക്, അത്രയും വലിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇത് നോക്ക്, ഇത് സോസേജിന്റെ റോള്. ഇതെന്തോ ക്രീമും ചീസും ജാമും ബ്ലൂബെറി എന്തൊക്കെയാ ഉള്ളത് ഇതില്, ബട്ടറും. എന്താ ഇത്? ഇത് CKയുടെ ഒരു പോപ്പപ്പ് സ്റ്റോറാണ്, പക്ഷെ എനിക്കൊന്ന് റൈഡിങ് ഗിയേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തൊരു സ്റ്റണ്ണിങ് ആണ് നോക്ക്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഓൾ റൈഡിങ് ഗിയേഴ്സും അവരുടെ റൈഡിങ് ബേസ്ഡ് ഉള്ള അണ്ടർ ഗാർമെന്റ്സും അങ്ങനെയൊക്കെയാണ്. എന്താ അടിപൊളിയല്ലേ? ഒരു അണ്ടർവെയറിന്റെ റേറ്റ് ഒന്ന് പോയി നോക്കിയാൽ അപ്പം തന്നെ അറിയാം. നമുക്കൊരു ലിമിറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ഏകദേശം ഒരു 6000 രൂപ വരും ഒരു അണ്ടർവെയറിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വേണ്ടാന്ന് വെച്ച് ഓടുവാണ്. കൂടെ വന്നവർക്കൊക്കെ കൂടെ ലോറൻസ് ചേട്ടൻ മാത്രമേ ഉള്ളൂ. അവർക്ക് കുനാഫ ചോക്ലേറ്റ് ക്രോസോണ്ട് കഴിക്കാനുള്ള ഭാഗ്യം അല്ല, ബാക്കിയുള്ളവരൊക്കെ ഷോപ്പിംഗ് ചെയ്ത് ഇങ്ങനെ നടന്നോ. അപ്പോൾ ഒരു കുനാഫ എടുക്കുക, ഷെയർ ചെയ്യുക, അത് അത്രയും ഉണ്ട്. 3 പേര് കഴിച്ചാലേ തീരുള്ളൂ. ഇതിപ്പോൾ അവർ കട്ട് ചെയ്ത് തരുവേ. കട്ടിങ്ങിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം. 2 അതെ, അതൊന്നും പക്ഷേ ഇവർ ചൈനക്കാരെ ഇതോടെ കറക്റ്റ് ആയിരിക്കും. ഇനി എന്താ സംഭവം നോക്കുന്നത്. കുനാഫ ചോക്ലേറ്റ് ക്രോസോണ്ട് സൂപ്പറാന്ന് ലോറൻസ് ചേട്ടൻ പറഞ്ഞു. അപ്രൂവ്ഡാ, അതാ പറഞ്ഞത്. ഈ ബാക്കിയുള്ളവരെ വ്ളോഗ് കാണുമ്പോൾ പറയും ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. അത് ആരെയും കൊണ്ടുപോയില്ലെന്നായിരിക്കും അത് നമ്മുടെ കുഴപ്പമില്ല, വിളിച്ചാൽ പോലും കിട്ടില്ല. അങ്ങനത്തെ ടീംസാ. അത് ഞങ്ങൾ നോക്കി കയറാൻ കണ്ടില്ലേ ക്യൂ, അതാ പ്രശ്നം. മസ്റ്റ് ട്രൈ ആയിരുന്നു, പക്ഷെ ഇത് ഒരു രക്ഷയില്ല എന്നാണ് പറയുന്നത്. ഓ യാം, ലിറ്ററലി ദുബായ് കുനാഫയുടെ കൂടെ കോൾഡാണിത്. അകത്ത് ക്രീം ചീസ് ആൻഡ് ചോക്ലേറ്റ്, അടിപൊളി ബണ്ണും. ഇവിടുത്തെ ബേക്ക് ഫുഡ് ഞാൻ വീണ്ടും പറയാം, ചൈനയിലെ വേറെ ലെവലാ. രാജേഷ് ഏട്ടൻ ഫുഡ്, രാജേഷ് ഏട്ടൻ ഫുഡ് പ്രൊവൈഡർ ഫോർ ദ ടൂർ ഗ്രൂപ്പ്. ഇതെന്താ ക്രീം ബണ്ണാ? ബേക്കറി എല്ലാം വേറെ ലെവലാ അല്ലേ സാധനങ്ങള്. ഇത് ഹോളി ലാൻഡ് ആണോ? ക്യൂ അല്ലായിരുന്നോ? ക്യൂ നിന്ന് വാങ്ങിയോ?
വിളിച്ചില്ല എന്ന് പറയുന്നത്. ഇവര് ഫുൾ ഇവരെ ഇനി തൊട്ട് ഞാനൊരു റൂളാക്കുന്നുണ്ട്. കണ്ടില്ലേ കട? കൊടുത്ത് വാങ്ങ്. 20,000 രൂപ കണ്ടല്ലേ ഉള്ളൂ. 20,000 30,000 കണ്ടാന്ന് തോന്നുന്നു ജേഴ്സിക്ക്. ചെറിയ എമൗണ്ട്. പ്രിൻസ് ഡയറ്റിങ് ഒരാഴ്ചേട്ടാ നശിപ്പിക്കല്ലേ കൊച്ചിനെ. പ്രിൻസ് 3 ദിവസം കഴിഞ്ഞ് കല്യാണോ? ഇവിടെ ക്രിസ്മസോ ന്യൂ ഇയറിനോ ഒന്നും വേണ്ട കേട്ടോ. കംപ്ലീറ്റ് ഓൾവേസ് ഒരു ഫെസ്റ്റ് ഫെയർ. ഇമാജിൻ ക്രിസ്മസും കൂടെ അവർ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. ഇതിപ്പം സാധാരണ ഒരു വീക്ക് ഡേ ആണ്, എന്നിട്ട് തന്നെ സ്ട്രീറ്റ്സ് ഒക്കെ ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുന്നുണ്ടാ. ആൻഡ് ദ ബ്യൂട്ടിഫുൾ മോഡേൺ ഷെൻസൻ ഏരിയ ഓക്കെ, അടിപൊളി. ശാന്തി അവിടെ പോയി നിൽക്കുന്നല്ലോ. അത് വേറെ ശാന്തിയാ. അതെ, എല്ലാ പെണ്ണുകളും പിടിച്ചോണ്ട് പോയനെ അല്ലേ? എല്ലാ ചൈനീസ് പെണ്ണുങ്ങളും പിടിച്ചോണ്ട് പോയനെ. സംഭവിക്കണ ഒറ്റ ഓട്ടമാണ്. ഞാൻ ആരും ഇത്രയും ഓടുന്നത് പ്രതീക്ഷിച്ചില്ല. രാജേഷ് ഏട്ടൊക്കെ പറക്കുമായിരുന്നു. ആദ്യമായിട്ട് മായ ചേച്ചിനെ മറന്നിട്ട് ഓടുന്നത് ഞാൻ കാണുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു മെമ്മറി ആയിരിക്കും അല്ലേ? ഓടിയപ്പോ വിശപ്പും കൂടിയത്. നമ്മളെല്ലാരും ട്രെയിനിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടാ ഇന്ന്. ഒന്നും കൂടെ ഓടിയാലോ? അതെ, വെറുതെ ഓടാം. എന്തായാലും ഇവിടം വരെ ആയില്ലേ. ക്യാബ് കറക്റ്റ് ടൈമിൽ കിട്ടാൻ വേണ്ടി ഒന്ന് ഓടിയാലോ? ഏതാ അത് സത്യം. എന്തൊരു സ്പീഡായിരുന്നു. ആ ലതാമാൻ നല്ല സ്പീഡിൽ ഓടിയിട്ട് ഞങ്ങളൊക്കെ ഓവർടേക്ക് ചെയ്ത് പോന്നു. പ്രിൻസിനെ അവരെ അടുത്തത് ട്രോൾ ചെയ്യാൻ നോക്കുന്നത്. പ്രിൻസിനെ വെറുതെ വിടുന്ന ലക്ഷണമില്ല കേട്ടോ ഇവര്. എല്ലാരും മറ്റേ OHFന്റെ റീൽസ് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടാ. എന്തൊക്കെയോ വരും ഇടയ്ക്കിടയ്ക്ക്. ബെസ്റ്റ് ഇന്നത്തെ ഓട്ടായിരുന്നു കേട്ടാ. ഒരാളെ എത്ര ഓടിയിട്ട് കാലനങ്ങുന്നുണ്ട്, കൂടെ എത്തുന്നില്ല. കാല് മറ്റേ കാർട്ടൂൺ ടോം ആൻഡ് ജെറി ഇല്ലേ, അതുപോലെ കാല് പോകുന്നുണ്ട്. പക്ഷെ ആളെ നോക്കിയപ്പോ അവിടെ നടക്കുന്നത്. എത്തിയത് അങ്ങനെ ഗൈസ്, ഒന്നും പറയില്ല. നിങ്ങളെല്ലാം കണ്ടു കാണും. ഇറ്റ് വാസ് എ ടയറിംഗ് ഡേ, ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഫൺ ആൻഡ് മെമ്മറബിൾ ഡേയ്സ് നമ്മുടെ ട്രാവൽ വിത്ത് OHFൽ. സോ വേറെ ഒന്നും പറയില്ല, ജസ്റ്റ് എക്സോസ്റ്റഡ്. നാളെ വീണ്ടും ഫുൾ എനർജിയിൽ. സോ വേറെ നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.